സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ വ്യക്തിഗത ചാമ്പ്യന്മാരായ BSS ഗുരുകുലം വിജയത്തിന് ശേഷം തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇന്ന് ആലത്തൂരിലെ സ്കൂളിലെത്തുന്ന കുട്ടികൾക്കും അധ്യാപകർക്കും വലിയ സ്വീകരണം അവിടെ ഒരുക്കിയിട്ടുണ്ട്. സൂരജ് സജിയുടെ റിപ്പോർട്ട്. തുടർച്ചയായ 12ാം വർഷവും വ്യക്തിഗത ചാമ്പ്യന്മാരായാണ് BSS ഗുരുകുലം തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി കയറിയിരിക്കുന്ന തൃശ്ശൂരിൽ ട്രെയിൻ മാർഗം എത്തിയിരിക്കുന്ന ടീമാണ്. ടീം ഇപ്പോൾ പാലക്കാട്ടേക്ക് യാത്ര തിരിക്കാൻ ഒരുങ്ങുന്നു. പാലക്കാട് വലിയ സ്വീകരണമാണ് സ്കൂളിന് ഒരുക്കിയിരിക്കുന്നത്. തുടർച്ചയായ 12ാം വർഷം അല്ലേ? അതെ സർ, ഞങ്ങൾക്ക് വളരെയധികം അഭിമാനവും സന്തോഷമുണ്ട്. ഈ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന കലോത്സവം തികച്ചും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഹാപ്പിയാണ്. ഒരു പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് പാലക്കാടിന് കിരീടം പോയതെങ്കിലും ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും പാലക്കാട് തന്നെയാണ് വിജയികൾ. വളരെ ക്വാളിറ്റിയുള്ള പെർഫോമൻസാണ് ഞങ്ങളുടെ ഓരോ കുട്ടികളും ചെയ്തത്. അടുത്ത വർഷം ഗുരുകുലത്തിന്റെ ചിറകിലേറി പാലക്കാട് ഉറപ്പായിട്ടും കിരീടം അണിയുമെന്നുള്ളത് ഞങ്ങൾ ഉറപ്പ് തരികയാണ്. 2005 മുതൽ തുടങ്ങിയ ഇതാണ്. ഇപ്പൊ 2002 തുടങ്ങി. ഇപ്പൊ 25ലേക്ക് എത്തുമ്പോഴേക്കും നിങ്ങൾ അതേ ഇത് പിടിക്കുകയാണ് അല്ലേ? ഞങ്ങളുടെ പ്രിൻസിപ്പൽ ഉള്ളിടത്തോളം കാലം ഞങ്ങൾ ഇത് തുടരും. എല്ലാരും സന്തോഷത്തിലാണോ? എത്രത്തോളം ആവേശമുണ്ട്? എന്തായാലും പാലക്കാട്ടേക്ക് എത്തുന്ന ടീമിന് വലിയ സ്വീകരണം തന്നെയായിരിക്കും അല്ലേ പാലക്കാട് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്? തീർച്ചയായും സ്കൂളിൽ വലിയൊരു സ്വീകരണം തന്നെ ഉണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനി ചെയ്യാണ്ട്. ഇനി ഇവിടുന്ന് ഈ നിമിഷം ഇവിടെ ഞങ്ങൾ നിർത്തില്ല. ഇനി ഇവിടുന്ന് തുടങ്ങും പ്രാക്ടീസ്. അടുത്ത വർഷത്തേക്കുള്ള പ്രാക്ടീസ് ഞങ്ങൾ നാളെ മുതൽ തുടങ്ങാനുള്ള പ്ലാനിലാണ്. തിരിച്ച് കപ്പ് പിടിച്ചിട്ടേ വരുള്ളൂ, പാലക്കാട്ടിലേക്ക് തിരിച്ച് കിട്ടിയിട്ടേ വരുള്ളൂ. കൂട്ടായ വിജയമാണ് ഗുരുകുലത്തിന് തുടർച്ചയായ ഈ വിജയം സമ്മാനിച്ചതെന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും അത് ആഘോഷമാക്കാൻ തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് വണ്ടി കയറുകയാണ് ഗുരുകുലം സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമെല്ലാം. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സിജി, 24. ബനീറ റഷീദ് പറയുന്നു. നമസ്കാരം SKN. പഠിപ്പിക്കാൻ അവരുടെ സംഘടനയിലുള്ളവരുടെ കുട്ടികൾക്ക് കൊടുക്കൂ. സ്വന്തമായി പഠിക്കുന്നവർക്ക് അവർ പ്രൈസ് കൊടുക്കാത്തതായ ഒരു പ്രവണതയുണ്ട്. അത് കുട്ടികളെ വിഷമിപ്പിക്കുന്ന ഒന്നാണ്. അങ്ങനെയുണ്ട് ഒരു പ്രവണത. എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. ഗ്രാമങ്ങളിൽ ഈ കലോത്സവം സംഘടിപ്പിക്കണമെന്ന് നമ്മൾ മന്ത്രിയോട് പറഞ്ഞ കാര്യത്തെ ഒരുപാട് ആൾക്കാർ അനുകൂലിക്കുന്നു. കലോത്സവം വയനാട്ടിൽ നടത്തിയാൽ അതൊരു ആശ്വാസമാകുമെന്നൊക്കെ പ്രേക്ഷകർ പറയുന്നു. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ അതിവേഗത്തിൽ കേരളത്തിൽ നഗരവൽക്കരണം നടന്നുകൊണ്ടിരിക്കുക. ഈ ഗ്രാമം എവിടെ എന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട അവസ്ഥയായിട്ടുണ്ട്. എന്നാൽ പോലും നമ്മുടെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ ഇത്തരം വലിയൊരു കലോത്സവം, ഇത്രയധികം ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു കലോത്സവം, ഗതാഗതം, അങ്ങനെ കുറേ പ്രശ്നം, അക്കോമഡേഷൻ, ഇതെല്ലാം പ്രശ്നമാണ് ഈ വേദികൾ. അപ്പോൾ എന്നിരുന്നാലും നമ്മളൊരു ചെറിയൊരു റിസ്ക് എടുത്ത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പെട്ടെന്ന് നഗരത്തിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഗ്രാമത്തിലേക്ക് ഒരു പരീക്ഷണാർത്ഥം ഇത് കൊണ്ടുപോവുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. കാരണം ഗ്രാമങ്ങളും നമ്മുടെ വികസനത്തിൻ്റെ ഭാഗമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ അത് ഉപകരിക്കും.